താന. ആ രണ്ട് താനയിൽ ഫസ്റ്റ് കേൾവി തന്നെ തിരിച്ചെത്തുമ്പോൾ വത്സ കൊതിച്ചിടുമ്പോൾ സിറ്റുവേഷൻ കേട്ടാണ് ഇത് ഞാൻ അവിടെ നിന്ന് ലോക്ക് ഞാൻ പറഞ്ഞില്ല, ബേസിനോട് ആരോടും പറഞ്ഞില്ല. ഇത് ഫസ്റ്റ് കേൾവി തന്നെ ഞാൻ അവിടെ നിന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ അന്ന് പോരുന്നത്. ഞാൻ കുറച്ച് പാട്ടുകൾ പറയാം, അതിൻ്റെ ലൈക്ക് ഓർമ്മ വരുന്നൊരു മെമ്മറി പറഞ്ഞാൽ മതി, ചെറിയൊരു മെമ്മറി. സൽസ. സൽസയുടെ ഏറ്റവും ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൽസ എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ കുഞ്ഞിരാമായണ ആദ്യത്തെ ഒരു സമയമാണ്. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണ്, ആ നാട് റിലീസായ ദിവസമാണ് ഞാൻ ഈ കുഞ്ഞിരാമായണത്തിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആടിൻ്റെ തിയേറ്റർ റിസപ്ഷൻ അറിയാമല്ലോ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലായിരുന്നില്ല ആട് വണ്ണിൻ്റെ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വിചാരിച്ച മാതിരി അതിൻ്റെ തിയേറ്റർ ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് അപ്പോഴാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ റൈറ്റർ ദീപുവിൻ്റെ എഴുത്തുകൾ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. ദീപു ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ദീപു വിളിക്കുന്നത്, ബേസിലിനെ ആദ്യമായിട്ട് കാണുന്നതും രണ്ടാമത്തെ ആയിട്ട്. അപ്പോൾ ബേസി എനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെട്ടു. ബേസി എനിക്ക് ഈ സൽസ കേൾപ്പിച്ചു തന്നു, പാട്ട് കേൾപ്പിച്ചു തന്നു. അപ്പോൾ ട്യൂൺ കേൾപ്പിച്ചു തന്നു. ട്യൂൺ കേൾപ്പിച്ചു തന്നതിൻ്റെ അകത്ത് ഈ തലത്താന താന തലത്താന താന, ആ രണ്ട് താനയിൽ ഫസ്റ്റ് കേൾവി തന്നെ തിരിച്ചെത്തുമ്പോൾ വത്സ കൊതിച്ചിടുമ്പോൾ സിറ്റുവേഷൻ കേട്ടാണ് ഇത് ഞാൻ അവിടെ നിന്ന് ലോക്ക് ഞാൻ പറഞ്ഞില്ല, ബേസിനോട് ആരോടും പറഞ്ഞില്ല. ഇത് ഫസ്റ്റ് കേൾവി തന്നെ ഞാൻ അവിടെ നിന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ അന്ന് പോരുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചു എന്നുള്ളതാണ്. അഗെയിൻ അതിൻ്റെയൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ പ്രഭാകരനാണ്. ജസ്റ്റിൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് ചെയ്തു, പാച്ച് ചെയ്തു, ഇപ്പം ലാൽ സാറിൻ്റെ ഹൃദയപൂർവ്വം ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് 4-5 പാട്ട് ചെയ്തിട്ടും ജസ്റ്റിനും ഞാനും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതാണ് ഏറ്റവും ഒരു രസം. അപ്പം ഞാൻ ബേസിക് എഴുതി കൊടുക്കുന്നു, ബേസിക് ഒക്കെ നമുക്ക് അടുത്ത പാട്ട് ചെയ്യാമെന്ന് പറയുന്നു. അല്ലാതെ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കുമല്ലോ, അല്ലാതെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടല്ലോ, ഇയാൾ എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ ബേസിനോട് ഞാൻ ചോദിച്ചു, അല്ലടോ ഇതിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടർ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഓക്കെയാണ്, കാരണം ബേസിക് ഇത് രണ്ടും അറിയുന്നതുകൊണ്ട് ഇവരിതിൻ്റെ ഇടയിൽ നിന്ന് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നത്. ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്നത് അതിൻ്റെ അകത്തെ തുമ്പപ്പൂവേ സുന്ദരി എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്യാൻ ശങ്കർ മാധവനെ കാണും ബോംബെ പോയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ജസ്റ്റിൻ പ്രഭാകരനായിട്ട് സംസാരിക്കുന്നത്. സൽസ എപ്പോഴും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു സൽസയെ കുറിച്ച് എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, ഏതൊരു റൈറ്റർക്കും ഇപ്പോൾ ഒരു ലവ് സോങ് എഴുതുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്കൊരു ടാസ്ക് ഉണ്ട്. കാരണം അത്രയും ലവ് സോങ്സ് നമുക്കിവിടെ ഉണ്ട്, സാഡ് സോങ്സ് ആണെങ്കിൽ എല്ലാം ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ സിറ്റുവേഷൻ നമുക്ക് ഭയങ്കര എക്സൈറ്റിങ്ങും ഭയങ്കര നോവലാണ്. ലൈക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു ബ്രാൻഡ് അടിക്കുന്ന ഒരു നാട്ടിലേക്ക് ആ ബ്രാൻഡ് എത്താത്ത നാട്ടിലൊരു ഷാപ്പ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് സിറ്റുവേഷൻ, അതിനകത്ത് ഒരുപാട് സംഗതികൾ എഴുതാനുണ്ട് നമുക്ക്. അപ്പം ആ സിറ്റുവേഷൻ്റെ പുതുമയാണ് നമ്മളെ കൊണ്ട് അത് എഴുതിച്ചത് ആ പാട്ട്. ഇപ്പോഴും എനിക്ക് ചേട്ടൻ്റെ പാട്ടുകൾ തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം പ്രണയഗാനെന്നോ അല്ലെങ്കിൽ വിരഹഗാനെന്നോ ആ താരാട്ട് പാട്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് സിറ്റുവേഷൻസ് ഭയങ്കര രസത്തിൽ കിട്ടിയിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഭാഗ്യം ചെയ്തു. കാരണം ഈ പറഞ്ഞ പോലെ കള്ളുകുടിയെ കുറിച്ചിട്ട്, കള്ളുകുടിയന്മാരുടെ പ്രശ്നങ്ങൾ എത്രയോ കാലത്തിന് ശേഷം നമുക്ക് സിനിമയുടെ ഈ പാട്ട്, സിഗരറ്റ് വലിക്കുന്നവൻ്റെ പ്രശ്നം, അതായത് ഒരു തീപ്പെട്ടിക്ക് വേണ്ടാണ് തീവണ്ടിയിൽ സിഗരറ്റ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രശ്നം, മോഹൻലാലിനെ കുറിച്ചൊരു പാട്ട്, എത്രയോ വർഷത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു ഓണപ്പാട്ട് സിനിമയിൽ, മൂകാംബിക അമ്മയെ കുറിച്ച് കുറേ കാലത്തിന് ശേഷമാണ് സിനിമയിൽ പാട്ട് എഴുതാൻ പറ്റുന്നത്. പിന്നെ ആടിൽ നമുക്കങ്ങനെ എന്താ പറയുക, ഭയങ്കര കാരിക്കേച്ചറിഷ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്, അവർക്കൊക്കെ ഇൻട്രോ സോങ്സ്. അപ്പം അങ്ങനെ അതൊരു വലിയൊരു ഭാഗ്യമാണ്. പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് എഗെയിൻ ഇപ്പോൾ ഈ അങ്ങുവാനെ കൊണ്ടാണെങ്കിൽ ഒരു സിനിമയെ മൊത്തം നമുക്ക്, പിന്നെ വില്ലന് വേണ്ടിയിട്ട് മിന്നൽ മുരളിയിൽ ഉയരെ പോലത്തെ ഒരു പാട്ട്. അപ്പോൾ അതൊക്കെ പുതുമകളാണ് ആക്ച്വലി, നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത. അങ്ങനെ അതൊരു വലിയ ഭാഗ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്.